ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ രണ്ടാമത്തെ ഫംഗ്ഷനാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആസൂത്രണം അഥവാ പ്ലാനിങ്ങിനെ കുറിച്ചായിരുന്നു. പ്ലാനിംഗ് ആയിരുന്നു മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പ്രവർത്തനം അല്ലെങ്കിൽ പ്രാഥമിക ഫംഗ്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണമാണ്. ആസൂത്രണം കഴിഞ്ഞാൽ തൊട്ടടുത്തായി വരുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തനമാണ് ഓർഗനൈസിങ് അഥവാ സംഘാടനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ആസൂത്രണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇത് സംഘാടനം. ആസൂത്രണത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആസൂത്രണത്തിലൂടെ നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്താണ് ചെയ്യുന്നത്? പദ്ധതികൾ തയ്യാറാക്കുകയാണ് ചെയ്തത് അല്ലേ. ആസൂത്രണത്തിലൂടെ നമ്മൾ പദ്ധതികൾ തയ്യാറാക്കി. ഇത്തരത്തിൽ തയ്യാറാക്കിയ പദ്ധതികളെ നടപ്പിൽ വരുത്തണമെങ്കിൽ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം? കൂട്ടായിട്ട് പ്രവർത്തിക്കണം, കൂട്ടായി തീരുമാനങ്ങൾ എടുക്കണം, കൂട്ടായിട്ട് അത് നടപ്പിലാക്കുകയും വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഒന്നാമത്തെ മാനേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ടുള്ള പ്ലാനിങ്ങിൽ അഥവാ ആസൂത്രണത്തിൽ നമ്മൾ ചെയ്തതെന്താണ്? പുതിയ ലക്ഷ്യങ്ങളും പദ്ധതികളും എല്ലാം തയ്യാറാക്കുകയാണ് ചെയ്തത് അല്ലേ. പദ്ധതികൾ, നയങ്ങളൊക്കെ തയ്യാറാക്കി, ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഈ ആവിഷ്കരിച്ച പദ്ധതികളെയും ലക്ഷ്യങ്ങളെയും നേടിയെടുക്കുന്നതിന് എന്ത് ചെയ്യണം? ഒരു സ്ഥാപനത്തിലെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾ തന്നെയല്ല എന്ത് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത് പലപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. തീരുമാനമെടുത്ത ആ തീരുമാനത്തെ നടപ്പിൽ വരുത്തുന്നത് വേറെ വ്യക്തികളായിരിക്കും. തീരുമാനങ്ങളും പദ്ധതികൾ തയ്യാറാക്കുന്നതും ഒരു വ്യക്തികളും മറ്റത് വേറെ വ്യക്തികളും ആയിരിക്കും. ഓക്കെ, പദ്ധതികൾ തയ്യാറാക്കുകയും അതിൽ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക് നയിക്കുന്ന രീതിയിൽ വിഭവങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. വിഭവങ്ങൾ, റിസോഴ്സസ്, നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ, വിഭവങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണെന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ പറയുന്ന അതാണ്. പിന്നെ അതിൽ പറയുന്നത് എന്താണ്? ലക്ഷ്യം നിറവേറ്റുന്നതിൽ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്ന ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം ക്രമീകരിക്കുക എന്നതാണ്. പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു എൻ്റർപ്രൈസസിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഓർഗനൈസിങ് അഥവാ സംഘാടനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ തീരുമാനിച്ച പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ആവശ്യമായ റിസോഴ്സുകളെ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുക, വിഭവങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഘാടനം എന്നുള്ളത് നമുക്ക് നോക്കി പോവാം. ഓക്കെ, സംഘാടനം അതിന് മുന്നോടിയായിട്ട് നമുക്ക് നോക്കാം. കായികമേളകൾ, കലാമേളകൾ, ഉത്സവങ്ങൾ എന്നിവയുടെ സംഘാടനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തരം മേളകൾ വിജയിക്കുന്നതിന് അതിൽ ചുമതലക്കാരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹം പോലുള്ള ചടങ്ങുകളുടെ കാര്യം എടുത്തു നോക്കാം. വിവാഹത്തിൽ എങ്ങനെയാണ് അല്ലേ? വിവാഹത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിലുള്ള അംഗങ്ങൾ, വീട്ടിലുള്ള കുടുംബക്കാർ തന്നെ എന്ത് ചെയ്യും? ഓരോ ചുമതലകളും ഏറ്റെടുക്കുകയും അതവർ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ പരിപാടി, ആ ചടങ്ങ് ഗംഭീരമാക്കും അല്ലേ. ഒരു കല്യാണം എടുക്കുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ പന്തൽ കാര്യങ്ങൾ അല്ലേ, പന്തൽ കാര്യങ്ങൾ, ഡെക്കറേഷൻ കാര്യങ്ങൾ ഒരാൾ ഏറ്റെടുക്കും, അയാളെ ചുമതലപ്പെടുത്തും, അയാളത് ചെയ്യും അല്ലേ. ഒരാൾ ചുമതലപ്പെടുത്തും, ഡെക്കറേഷൻ അറിയുന്ന, ഡെക്കറേഷൻ്റെ അല്ലേ പന്തലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരാളെ ആ കാര്യങ്ങൾ പറഞ്ഞ് ചുമതലപ്പെടുത്തുന്നു. അതൊന്നാമത്തല്ലേ. പിന്നെന്ത് ചെയ്യുന്നു? വേണ്ട ഭക്ഷണ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള നല്ല ഒരു അല്ലേ ഭണ്ഡാരിയെ വിളിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ആളെ വിളിച്ചു കൊണ്ടുവന്ന് അയാളെ അത് ആ പണി ഏൽപ്പിക്കുന്നു, ചുമതലപ്പെടുത്തുന്നു, ഓരോരുത്തരെ അധികാരപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ ക്യാമറാമാനെ വേണം, അപ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫറെ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതുപോലെ ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന ആളുകളെ സംഘടിപ്പിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നു. സത്യത്തിൽ അത്തരത്തിൽ ചുമതലപ്പെടുത്തുന്നതും അധികാരപ്പെടുത്തുന്നതുമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ സംഘാടനത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അവിടെ എന്തുണ്ടാവും? ചുമതലകൾ വിഭജനം നടത്തിയിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായ അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അത് കൃത്യമായി ചെയ്തുകൊണ്ട് പരിപാടി, ആ ചടങ്ങ് ഗംഭീരമാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോഴോ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു? ഓരോ ബിസിനസ് സ്ഥാപനവും എന്ത് ചെയ്യുന്നുണ്ട്? പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ആ പദ്ധതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ലക്ഷ്യം നേടുന്നതിനും ഒരു സംഘടനാ സംവിധാനം വേണം. സ്ഥാപനത്തിൻ്റെ അകത്ത് ഒരു സംഘടനാ സംവിധാനം ആവശ്യമാണ്. ചിട്ടയായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഘടനാ സംവിധാനം ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടെങ്കിലേ അവരുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്ഥാപനം രൂപപ്പെടുത്തുന്ന പദ്ധതികൾ അഥവാ പ്ലാൻ, ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ, പോളിസികൾ, നയങ്ങൾ ഒക്കെ നടപ്പിലാക്കണമെങ്കിൽ വ്യത്യസ്തമായ ഘടകങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. ആവശ്യമായ വിഭവങ്ങളുടെ സമാഹരണം നേടിയെടുക്കുക, അത്തരം വിഭവങ്ങളുടെ പരമാവധി പ്രയോജനപ്പെടുത്തൽ, ലക്ഷ്യം നേടിയെടുക്കാൻ തൊഴിലാളികളെ സജ്ജരാക്കൽ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ ആവശ്യമാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നു. ഓക്കെ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിവിധ വ്യക്തികളെ ഒരു ചട്ടക്കൂടിനുള്ളിൽ അണിനിരത്തുന്ന പ്രക്രിയയാണിത്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വ്യക്തികളെ ഒരു ചട്ടക്കൂടിനുള്ളിൽ അണിനിരത്തുന്ന പ്രക്രിയയാണ് ഇത്. അതായത് ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും, ചീഫ് ഫിനാൻസ് ഓഫീസർ ഉണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ മാനേജേഴ്സ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. പിന്നെ ഏറ്റവും അടിയിൽ എംപ്ലോയീസ്, ഫോർമാൻ, റൂട്ട് ക്ലർക്ക്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. സംഘാടനം അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്നു. കോർഡിനേറ്റിംഗ് ദി ഹ്യൂമൻ എഫേർട്സ് ആൻഡ് വിഭവങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. കോർഡിനേറ്റിംഗ് ദി റിസോഴ്സസ്, വിഭവങ്ങളെ, ഒരു പ്രവൃത്തി, ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ ആവശ്യമായ വിഭവങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നതിനായി മൊത്തത്തിൽ സമന്വയിപ്പിക്കുന്നു, ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് സംഘാടനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സംഘാടനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നിർവചനം പറയുന്നു. സംഘാടനത്തിൻ്റെ ഡെഫിനീഷൻ അഥവാ നിർവചനം പറയുന്നത് ഇങ്ങനെയാണ്: നിർവഹിക്കേണ്ട പ്രവൃത്തികൾ കണ്ടെത്തി വർഗീകരിക്കുകയും അധികാരവും ഉത്തരവാദിത്വവും തീരുമാനിച്ചു നൽകുകയും വിവിധ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചു അവരുടെ കൂട്ടായ്മയിലൂടെ ലക്ഷ്യം നേടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സംഘാടനം. എങ്ങനെയാണ്? നിർവഹിക്കേണ്ട പ്രവൃത്തികൾ കണ്ടെത്തുന്നു. ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ചെയ്യേണ്ടതായ പ്രവൃത്തികളെ കണ്ടെത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വർഗീകരിക്കുന്നു, അതായത് ക്ലാസിഫൈ ചെയ്യുന്നു. അധികാരവും ഉത്തരവാദിത്വവും തീരുമാനിക്കുന്നു. ഓരോ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്കുള്ള അധികാരവും അവരുടെ ഉത്തരവാദിത്തങ്ങളും തീരുമാനിച്ചു നൽകുന്നു. വിവിധ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നു. വിവിധ വ്യക്തികൾ, താഴെക്കിടയിലുള്ള അതുപോലെ മേലെ തട്ടിലുള്ള വ്യക്തികളുടെ തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്നു. അവരുടെ കൂട്ടായ്മയിലൂടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിൽ സ്പോർട്സ് നടക്കുന്നു. സ്പോർട്സ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഓരോ സ്പോർട്സ് ഇനങ്ങൾക്കും വേണ്ടി ഓരോ ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്തുന്നു. ഓരോ ടീച്ചേഴ്സിനെയും ഓരോ സ്പോർട്സ് ഇനത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നു. ഡിസ്കസ് ത്രോക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരാളെ ചുമതലപ്പെടുത്തുന്നു. 100 മീറ്റർ റേസിന് വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തുന്നു. 1500 മീറ്റർ റേസിന് വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തുന്നു. ഇങ്ങനെ ഓരോ വ്യക്തികളെയും ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഓരോരുത്തർക്കും അധികാരവും ഉത്തരവാദിത്വവും വീതിച്ചു നൽകുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പറയുന്നു, സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി ഗ്രൂപ്പുകളാക്കി പരസ്പരമുള്ള അധികാര ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതാണ് ഇത്. സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും ഗ്രൂപ്പുകളാക്കി പരസ്പരമുള്ള അധികാര ബന്ധങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്യുന്നതാണ് സംഘാടനം. പറഞ്ഞിട്ടുള്ള ആരാണ്? തിയോ ഹൈമാൻ ആണ്. തിയോ ഹൈമാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ സംഘാടനത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. വിവിധ ആഘോഷ പരിപാടികൾ, സ്കൂൾ കലോത്സവം, ആരാധനാലയങ്ങളിലെ ഉത്സവം, ഘോഷയാത്രകൾ മുതലായവ സംഘടിപ്പിക്കുന്ന രീതി നമുക്ക് നോക്കാം. ഇത്തരം ആഘോഷ പരിപാടികളുടെ മൊത്തം പ്രവർത്തനം പല വിഭാഗങ്ങളായി മാറ്റും. ഒരു ഉത്സവ കമ്മിറ്റിയാണെന്ന് വിചാരിക്കുക. ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്നു. ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏത് രീതിയിലൂടെയാണ് ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഉത്സവാഘോഷ പരിപാടിയെ മൊത്തം
വിവിധ വിഭാഗങ്ങളാക്കി തിരിക്കുന്നു. മൊത്തം പ്രവർത്തനങ്ങളെ, ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട മൊത്തം പ്രവർത്തനങ്ങളെ വിവിധ വിഭാഗങ്ങളായി വർഗീകരിക്കുന്നു, തരംതിരിക്കുന്നു. ഉദാഹരണം, ധനസ്വരൂപണ കമ്മിറ്റി, പണം കണ്ടെത്തുന്ന കമ്മിറ്റിയാണത്. പിന്നെ ഭക്ഷണ കമ്മിറ്റി, അതുപോലെ അലങ്കാര കമ്മിറ്റി, സ്വീകരണ കമ്മിറ്റി, ഇങ്ങനെ തുടങ്ങിയ വിവിധ കമ്മിറ്റികളെ എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു. പിന്നെയോ വിവിധ കമ്മിറ്റികളെ ഏകോപിപ്പിക്കേണ്ട ചുമതല ഭാരവാഹികളും ഉണ്ടാവും. അതായത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കമ്മിറ്റികളെ ഒരുമിച്ച് കൂട്ടേണ്ട ഉത്തരവാദിത്തമുള്ള ഭാരവാഹികളും ഉണ്ടാവും. ഓരോ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെയും ചുമതലകൾ, അധികാരം, ഉത്തരവാദിത്തം എന്നിവ കൃത്യമായി നിർണ്ണയിച്ചിരിക്കും. ഇതിൻ്റെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ഒരു കാര്യം നടക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിക്കുന്നു. ഓക്കെ, അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യമാണ് സംഘടനാ പ്രക്രിയയിലെ ഘട്ടങ്ങൾ, ഓർഗനൈസിങ്ങിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് സംഘാടനം നടക്കുന്നത്. ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നതിന് കൈക്കൊള്ളേണ്ട നിരവധി നടപടികളാണ് സംഘാടന പ്രക്രിയയിലുള്ളത്. സംഘാടന പ്രക്രിയയിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. സൺറൈസേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. ഇതിൻ്റെ വിജയത്തിനായി സംഘടന ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് താഴെ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, സൺറൈസേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. ഇതിൻ്റെ വിജയത്തിനായി ചെയ്യേണ്ട പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു, താഴെ പറയുന്നു. ടൂർണമെൻറ്റിനാവശ്യമായ സാധന സാമഗ്രികൾ രൂപീകരിക്കണം. ഫുട്ബോൾ ടൂർണമെൻറ്റാണ്, അപ്പോൾ എന്ത് ചെയ്യണം, ഫുട്ബോള്, അതുപോലെ ഗോൾ പോസ്റ്റ്, അതുപോലെ മറ്റുള്ള റഫറിയുടെ ഫ്ലാഗ്, റഫറിയുടെ ജേഴ്സി, ഫുട്ബോൾ കളിക്കാർക്കുള്ള ജേഴ്സി സാധനങ്ങളൊക്കെ കണ്ടെത്തണം. അതുപോലെ പണം കണ്ടെത്തണം. ആവശ്യമായ പണം ഈ ടൂർണമെൻറ്റ് നടത്താൻ ആവശ്യമായ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് മെച്ചപ്പെടുത്തണം. അതുപോലെ ഉദ്ഘാടനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ മൈക്ക് ലൈസൻസ് വാങ്ങണം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ലൈസൻസ് വാങ്ങണം. അതുപോലെ മറ്റുള്ള പ്രധാന വ്യക്തികളെ എന്ത് ചെയ്യണം, ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കണം. അതുപോലെ അവർക്ക് വേണ്ട ഫുഡ്, റീഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. അവർക്ക് വേണ്ട ട്രാവൽ, യാത്രാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, സംഘാടന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഒറ്റ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമോ? സൺറൈസേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. ആ സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? അല്ല. അയാൾക്ക് അയാളുടെ സഹപ്രവർത്തകരുടെ സഹായം കൂടി വേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യും, ആ ക്ലബിലുള്ള ഓരോ അംഗങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയാൽ എന്ത് ചെയ്യും, കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതായത് ടൂർണമെൻറ്റിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് ക്ലബിലെ ഒരംഗത്തെ അധികാരപ്പെടുത്തുന്നു, ചുമതലപ്പെടുത്തുന്നു. അതുപോലെ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മിറ്റി രൂപീകരിച്ച് അതിൽ 2 പേരെ നിയമിക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി 2 പേരെ നിയമിക്കുന്നു. ഉദ്ഘാടനത്തിന് ആവശ്യമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് 2 പേരെ നിയമിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൊത്തം പ്രവർത്തനങ്ങളെ വർഗീകരിക്കുന്നു. വർഗീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ചുമതലകൾ നൽകുന്നു. എന്നിട്ട് അവരത് ചെയ്തിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഘാടന പ്രക്രിയയിലെ ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ജോലിയുടെ തിരിച്ചറിയലും വിഭജനവും, അല്ലെങ്കിൽ പ്രവൃത്തി കണ്ടെത്തൽ, വർഗീകരിക്കൽ. ഒരു പ്രവൃത്തി കണ്ടെത്തുകയും വർഗീകരിക്കുകയും ചെയ്യുക. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലെ കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒരു സ്ഥാപനത്തിലെ ജോലികൾ പൂർണ്ണമായും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുകയില്ല. ആയതിനാൽ ആകെയുള്ള ജോലി അവയുടെ സ്വഭാവ സവിശേഷതയനുസരിച്ച് വർഗീകരിച്ച് വ്യക്തികൾക്ക് വീതം വെച്ച് നൽകുന്നു. ജോലിയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കാനും കാര്യങ്ങൾ സുഗമമായി ചെയ്തു തീർക്കുന്നതിനും ഇതുവഴി സാധ്യമാകുന്നു. അതായത് ഓർഗനൈസേഷൻ പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടമാണിത്. സംഘാടന പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു സ്ഥാപനത്തിലുള്ള മൊത്തം പ്രവർത്തനങ്ങളെ, മൊത്തം ജോലിയെ തിരിച്ചറിയുകയും ആ ജോലിയെ വിവിധ വിഭാഗങ്ങളാക്കി തിരിക്കുകയും എന്നിട്ട് അത് വ്യത്യസ്ത വ്യക്തികൾക്ക് വിഭജിച്ച് നൽകുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ വർഗീകരിക്കുന്നു, ആ ജോലിയെ വർഗീകരിക്കുന്നു. അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷൻ, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തരംതിരിക്കുന്നു.
അല്ലേ? ഒരുപാട് ജോലിയെ വർഗീകരിച്ച് വ്യക്തികൾക്ക് നൽകുന്നു. രണ്ടാമത്തേതാണ് വകുപ്പുകളുടെ രൂപീകരണം. ജോലിയെ ചെറുതും കൈകാര്യം ചെയ്യാവുന്നതുമായ പ്രവർത്തനങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ സമാന സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഒന്നിച്ച് തരംതിരിക്കുന്നു. ഒരേ തരത്തിലുള്ള ഒരേ സ്വഭാവത്തിലുള്ള ജോലികളെ എന്ത് ചെയ്യും? നമ്മൾ ജോലിയെ നേരത്തെ എന്ത് ചെയ്തു? ജോലിയെ തിരിച്ചറിഞ്ഞു, എന്നിട്ട് അത് വിഭജിച്ചു, വ്യത്യസ്തമായ വർഗീകരിച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? വർഗീകരിച്ചു കഴിഞ്ഞാൽ ഈ വർഗീകരിച്ച പ്രവർത്തനങ്ങളിൽ തന്നെ ഒരേ സ്വഭാവമുള്ള ജോലികളുണ്ടാവും, ഒരേ തരത്തിലുള്ള സ്വഭാവമുള്ള ജോലികളുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു? ഒരേ തരത്തിലുള്ള ജോലികളെ ഒരുമിച്ച് കൂട്ടുന്നു. സമാന സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഒന്നിച്ച് തരംതിരിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഗ്രൂപ്പിംഗ് പ്രക്രിയ ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് പല രീതിയിൽ വകുപ്പ് രൂപീകരിക്കാം. പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാം. അതായത് തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നുള്ള പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? വിവിധ വകുപ്പുകൾ രൂപീകരിക്കാം. മൊബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒന്നിനെയൊക്കെ മൊബൈൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പായി തരംതിരിക്കാം. ടി വി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ഭാഗമാക്കാം, ലാപ്ടോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് അതിനൊരു ഭാഗമാക്കാം, ഇങ്ങനെ തരംതിരിക്കാം. അതുപോലെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ ഉൽപ്പാദന വിഭാഗമായി തരംതിരിക്കാം, വകുപ്പായി തരംതിരിക്കാം. വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണെങ്കിൽ അതിനെ വിതരണവുമായി ബന്ധപ്പെട്ട വകുപ്പായി തരംതിരിക്കാം. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ വകുപ്പായി തരംതിരിക്കാം. ഇങ്ങനെ എന്ത് ചെയ്യുക? വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുക? മൊത്തം പ്രവർത്തനങ്ങളെ വകുപ്പുകളായി തരംതിരിക്കാം. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തേത് എന്താണ്? ചുമതല ഏൽപ്പിക്കൽ. വകുപ്പുകൾ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഓരോ വകുപ്പിൻ്റെയും ചുമതല വകുപ്പ് മേധാവികളെ ഏൽപ്പിക്കുകയും ഓരോ പ്രവൃത്തിയും അനുയോജ്യമായ ജീവനക്കാർക്ക് നൽകുകയും വേണം. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഉൽപ്പാദന ഡിപ്പാർട്ട്മെൻറ്റ്, വിതരണ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വിപണന ഡിപ്പാർട്ട്മെൻറ്റ്, സാമ്പത്തിക ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ വിഭാഗങ്ങളാക്കി, അല്ലെങ്കിൽ തെക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞ് വിവിധ വിഭാഗങ്ങളാക്കി, വകുപ്പുകളാക്കി, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ മൊബൈൽ, ലാപ്ടോപ്പ്, ടെലിവിഷൻ എന്നിങ്ങനെ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരണം ചെയ്തു എങ്കിൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോ വകുപ്പിനും എന്ത് ചെയ്യുന്നു? ഓരോ മേധാവികളെ തിരഞ്ഞെടുക്കുന്നു, ഓരോ മേധാവികളെ ചുമതല ഏൽപ്പിക്കുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഉൽപ്പാദന ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മാനേജറെ തീരുമാനിക്കുന്നു, അയാളെ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ മാനേജർ. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മാനേജറെ തീരുമാനിക്കുന്നു, അയാളാണ് മാർക്കറ്റിംഗ് മാനേജർ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോരുത്തർക്കും മേധാവികളെ തീരുമാനിക്കുകയും അവിടെ ആവശ്യമായ ജോലിക്കാരെ യോഗ്യതയ്ക്കനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പിന്നെയോ ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ജോലി അനുവദിച്ചാൽ മാത്രം പോരാ. ഓരോ വ്യക്തിയും താൻ ആരിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കേണ്ടത്, ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഇവിടെ എന്ത് ചെയ്തു? എന്തൊക്കെ തീരുമാനിച്ചു? ആദ്യം ജോലിയെ വർഗീകരിച്ചു, പിന്നീട് വകുപ്പ് സ്ഥാപിച്ചു, പിന്നീട് ഓരോ വകുപ്പിനെയും തലവനെയും അവിടുത്തെ ജോലിക്കാരെയും നിയമിച്ചു. ഇതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഓരോ ജോലിക്കാരനും താൻ ആരുടെ മുന്നിലാണ് കടപ്പെട്ടിരിക്കുന്നത്, താൻ ആരുടെ മുന്നിലാണ് എന്ന് ഉത്തരവാദിത്തം പറയേണ്ടത്, താൻ ആരുമായി അധികാരപ്പെട്ടിരിക്കുന്നു, താൻ ആരുടെ മുന്നിലാണ് എന്ത് ചെയ്യേണ്ടത്? തൻ്റെ കാര്യങ്ങൾ അറിയേണ്ടത്, ആരിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതാണ് റിപ്പോർട്ടിംഗ് ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സംഘാടനത്തിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. ഒരു സ്ഥാപനത്തിൽ സംഘാടനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുകയും എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാക്കുകയും ചെയ്യുന്ന എന്ന രീതിയിൽ സംഘാടനം ഏറെ പ്രാധാന്യം അറിയിക്കുന്നു. ജോലികൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്നതിനും വിജയകരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനും സംഘാടനം വളരെയേറെ അത്യാവശ്യമാണ്. ഇത്തരത്തിൽ സംഘാടനത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ
നേടിയെടുക്കുന്നതിന് സംഘാടനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജോലിയെ വർഗീകരിക്കുകയും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിശ്ചിത ആളുകളിലേക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുകയാണ് ഓർഗനൈസിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്, പ്രാധാന്യമുള്ള ഒന്നാണ്. ഒന്നാമത്തതാണ് സംഘാടനത്തിൻ്റെ പ്രാധാന്യം, വൈദഗ്ധ്യവൽക്കരണത്തിൻ്റെ മേന്മകൾ, ബെനഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. സംഘാടനത്തിൻ്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിലെ വിവിധ ജോലികൾ ജീവനക്കാർക്ക് ചിട്ടയോടെ വിഭജിച്ച് നൽകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരേ തരത്തിലുള്ള ജോലിയാണ് കിട്ടുന്നത്. അതായത് അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ട് പ്രത്യേക ജോലികളെ വീതിച്ചു നൽകുന്നു. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരേ ജോലി തന്നെ സ്ഥിരമായിട്ട് ആവർത്തനമായിട്ട് ഒരാൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ജോലിയിൽ അയാൾക്ക് വൈദഗ്ധ്യം ലഭിക്കും. എക്സാമ്പിൾ പറയാം, ഒരു ഷർട്ട് ഉൽപ്പാദിപ്പിക്കുന്നു, ഷർട്ട് മേക്ക് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഷർട്ടുമായി ബന്ധപ്പെട്ട ഷർട്ടിൻ്റെ ഭാഗങ്ങൾ, ഷർട്ട് അടിക്കുന്ന ഷർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തികളെ വിവിധ ഭാഗങ്ങളായി വർഗീകരിക്കുകയും അതിന് ഓരോരുത്തർക്കും അധികാരവും ചില വ്യക്തികൾക്ക് അധികാരവും എന്ത് ചെയ്യുന്നു, ഉത്തരവാദിത്വം നൽകുകയും ചെയ്യുന്നു എന്ന് കരുതാം. കോളർ തയ്ക്കുന്നത് ഒരാളാണ്, ബട്ടൺ ഫിക്സ് ചെയ്യുന്നത് ഒരാളാണ്, അതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്, മെയിൻ പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്, കൈഭാഗം സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ തരംതിരിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്ഥിരമായിട്ട് ഒരേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ആ ജോലിയിൽ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടാവുന്നു, സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുന്നു, പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുന്നു. ജോലിഭാരം കുറയുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രവർത്തന ബന്ധങ്ങളിൽ വ്യക്തത വരുന്നു എന്നുള്ളതാണ്. സംഘാടനത്തിൻ്റെ ഭാഗമായി ഓരോ വ്യക്തിയും ആരോടാണ് ആശയവിനിമയം നടത്തേണ്ടതെന്ന് മുൻകൂറായി തീരുമാനിക്കപ്പെടുന്നു. തൻ്റെ ബോസ് ആരാണ്, തൻ്റെ മുതലാളി ആരാണ്, താൻ ആരിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കേണ്ടതെന്നൊക്കെ നേരത്തെ തീരുമാനിക്കുന്നത് കൊണ്ട് ആശയവിനിമയത്തിലെ അവ്യക്തത ഒഴിവാകുന്നു. പിന്നെ വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓരോ വ്യക്തിയുടെയും ചുമതലകൾ മുൻകൂട്ടി കൃത്യമായി നിശ്ചയിച്ചു നൽകുന്നതിലൂടെ തൊഴിൽ ഇരട്ടിപ്പ്, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാകുന്നു. ഇതിലൂടെ സാമ്പത്തിക മാനുഷിക വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം സാധ്യമാകുന്നു. മാറ്റത്തിനുള്ള പൊരുത്തപ്പെടുത്തൽ അല്ലെങ്കിൽ മാറ്റങ്ങളുമായി ഇണങ്ങിച്ചേരൽ, ബിസിനസ് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കെട്ടുറപ്പുള്ള ഒരു സംഘടന സൗകര്യമൊരുക്കുന്നു. സാങ്കേതികവിദ്യ, വിപണി, ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിലുണ്ടാകുന്ന മാറ്റം ഉൾക്കൊള്ളാനുള്ള പ്രചോദനം നൽകുന്ന വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് നല്ല സംഘാടനമാണ് എന്നാണ് പറയുന്നത്. പിന്നെയോ ഫലപ്രദമായ ഭരണനിർവഹണം. ഓരോ ജീവനക്കാരൻ്റെ പങ്കും സ്ഥാനവും സംഘടനയിലൂടെ വ്യക്തമാണ്. ഓരോ ജീവനക്കാരൻ്റെ അധികാരവും ഉത്തരവാദിത്വവും കൃത്യമായി നിർവചിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിലൂടെ ജോലി ഇരട്ടിപ്പും ആശയക്കുഴപ്പവും ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ നിർവഹണത്തിന് മികച്ച സംഘാടനം അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെയോ ഉദ്യോഗസ്ഥരുടെ വികസനം, ജീവനക്കാരുടെ വികാസം, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ജീവനക്കാരുടെ യോഗ്യത, കഴിവ്, താൽപ്പര്യം എന്നിവ മനസ്സിലാക്കി അനുയോജ്യമായ ജോലി നിശ്ചയിക്കുന്നു. അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നത് സംഘാടനത്തിലൂടെയാണ്. ഇതിലൂടെ ജീവനക്കാരുടെ കഴിവുകൾ പൂർണ്ണമായും വിനിയോഗിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ ദൈനംദിന ചുമതലകൾക്ക് ഈ ജീവനക്കാർക്ക് കൈമാറ്റം ചെയ്യുന്നതിലൂടെ മാനേജർമാർക്ക് നിർണായക വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നു. ജീവനക്കാരുടെ വികസനം ഉണ്ടാകുന്നു. അതായത് ജീവനക്കാർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ കഴിവ് അവരുടെ അറിവൊക്കെ അനുസരിച്ച് അവർക്ക് ജോലി കിട്ടുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ ജീവനക്കാർക്ക് എന്ത് ചെയ്യുന്നു, മേലുദ്യോഗസ്ഥൻ അയാളുടെ ചുമതലകൾ കൈമാറ്റം ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, മാനേജർമാർക്ക് നിർണായക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നു. അടുത്തത് വളർച്ചയും വികാസവും അല്ലെങ്കിൽ വിപുലീകരണവും വളർച്ചയും. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ശക്തമായ സംഘടനാ ചട്ടക്കൂട് ഫ്രെയിംവർക്ക് ആവശ്യമാണ്. സംഘാടനത്തിലുള്ള പിഴവുകൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും, സംശയമൊന്നുമില്ല. മികച്ച സംഘാടനത്തിലൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുവാനും കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സംഘടനാ സംവിധാനം, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ.
ഒരു സ്ഥാപനത്തിൽ സംഘാടനത്തിൻ്റെ പ്രാധാന്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതൊരു സ്ഥാപനത്തിനും ഒരു നിശ്ചിത ഘടനാരൂപമുണ്ടെങ്കിൽ മാത്രമേ സംഘാടനം കുറ്റമറ്റ രീതിയിൽ നടക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു സ്ഥാപനത്തിൻ്റെ സംഘടനാ സംവിധാനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ വലുപ്പം, സ്ഥാപനത്തിൻ്റെ വളർച്ച, പ്രവർത്തനങ്ങളുടെ വൈവിധ്യം തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു സംഘടനാ സംവിധാനത്തെക്കുറിച്ച്. സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സംഘടനാ സംവിധാനം താഴെ കൊടുത്തിരിക്കുന്നു. മിസ്റ്റർ രതീഷ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടും, മനോജ് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ ചുമതലയും, അനൂപ് ടീമുകളുടെ ചുമതലയും, കിരൺ സ്റ്റേഡിയത്തിൻ്റെ ചുമതലയും, സുനിൽ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതലയും നിർവഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംഘടനാ സംവിധാനത്തിൻ്റെ ഫ്രെയിംവർക്ക് എങ്ങനെ നോക്കാം? സെക്രട്ടറി ആരാണ്? ക്ലബിൻ്റെ രതീഷാണ്. രതീഷ് മുകളിലുണ്ടാവും. രതീഷിൻ്റെ താഴെയായിട്ട്, രതീഷിൽ നിന്നും സബ്ബായിട്ട് വരുന്നവരാണ് ആരൊക്കെ? മനോജ്, അനൂപ്, കിരൺ, സുനിൽ എന്നൊക്കെ പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? സബ്ബായിട്ട് വരുന്ന, അവരുടെ കീഴിൽ പണിയെടുക്കുന്നവരാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഓർഗനൈസേഷണൽ സ്റ്റാർട്ടായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ കാണിക്കുക. ഓക്കെ, ഓർഗനൈസേഷണൽ സ്റ്റാർട്ടായിട്ടാണ് കാണിക്കാറുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക. നല്ല സംഘടനാ സംവിധാനമാണെങ്കിൽ അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ടാവും. എല്ലാ മാനേജർമാർക്കും തങ്ങളുടെ കീ ജീവനക്കാരുടെ മേൽ വ്യക്തവും പ്രത്യക്ഷവുമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. താഴെ തട്ടിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടും. ഭരണതലങ്ങളുടെ എണ്ണം പരിമിതമായിരിക്കും. മേൽനോട്ടവും നിയന്ത്രണവും ഫലവത്താവണമെങ്കിൽ ശരിയായ നിയന്ത്രണ വ്യാപ്തി ഉണ്ടായിരിക്കണം. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും മാറ്റം ഉൾക്കൊള്ളാവുന്നതുമായിരിക്കണം. ഈ നിയന്ത്രണ വ്യാപ്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരണം, ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥന് കാര്യക്ഷമമായി മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന കീഴ് ജീവനക്കാരുടെ എണ്ണമാണെന്തെന്ന് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണ വ്യാപ്തി എന്നറിയപ്പെടുന്നത്. അതായത് ഒരു മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അത്രയും തൊഴിലാളികളുടെ എണ്ണത്തെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. സംഘടനാ സംവിധാനത്തിൽ ഓർഗനൈസേഷൻ ഘടനയിൽ രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണുള്ളത്, രണ്ട് തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് ധർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഘടന, അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ. അടുത്തത് പറയുന്നത് എന്താ? വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടന, അതായത് ഡിവിഷണൽ സ്ട്രക്ചർ. ഇങ്ങനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഫങ്ഷണൽ സ്ട്രക്ചറും ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചറും ഉണ്ട്. നമുക്ക് നോക്കാം. അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു. നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ടുണ്ടാവുമല്ലോ. അവിടെ കവാടത്തിനടുത്ത് സ്വാഭാവികമായും ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഡോക്ടറുടെ പേര്, സ്പെഷ്യലൈസേഷൻ, പരിശോധനാ പരിശോധനാ ദിവസം, സമയം മുതലായവ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഡോക്ടർ സക്കീർ, സ്പെഷ്യലൈസേഷൻ ജനറൽ മെഡിസിൻ, പരിശോധന എല്ലാ ദിവസവും 9 മണി മുതൽ 1 മണി വരെ. ഡോക്ടർ മേരി തോമസ്, ഗൈനക്കോളജി, തിങ്കൾ ബുധൻ വെള്ളി 9 മുതൽ 1:30 വരെ. ഡോക്ടർ അരുൺ, ന്യൂറോളജി, ചൊവ്വ വ്യാഴം ദിവസം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? ഇവിടെ ഓരോ രോഗത്തിനും ആ മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ഒരു ഡോക്ടർ ഉണ്ടാവും. അതായത് ആശുപത്രിയുടെ മൊത്തം പ്രവർത്തനത്തെ പല വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഓരോന്നിൻ്റെയും ചുമതല ഓരോ വിദഗ്ധ ഡോക്ടേഴ്സിനെ ഏൽപ്പിക്കുന്നു. ഇവിടെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ 2 ഡോക്ടർമാരുണ്ട്. ഓരോ വിഭാഗത്തിലും ഇത്തരത്തിലുണ്ടാവാം. ഇത് ഫങ്ഷണൽ ഘടനയ്ക്ക് ഉദാഹരണമാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിന് ഉദാഹരണമാണ് ഇത്. ഒരു സ്ഥാപനത്തിൽ സമാന സ്വഭാവമുള്ള ജോലികളുള്ള പ്രവർത്തനം ഗ്രൂപ്പ് ചെയ്യുകയും ഈ പ്രധാന പ്രവർത്തനങ്ങൾ പ്രത്യേക ഗ്രൂപ്പുകളായി തരംതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെയെല്ലാം ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാക്കി മാറ്റുന്നു. അതുപോലെ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട ഡോക്ടറെ അവരെന്ത് ചെയ്യുന്നു? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗമായിട്ട് മാറ്റുന്നു, സ്പെഷ്യലൈസേഷൻ വിഭാഗമായി മാറ്റുന്നു. ജനറൽ സർജറിയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു? ജനറൽ സർജറി വിഭാഗമാക്കി മാറ്റുന്നു. അതായത് ഇവിടെ സമാന സ്വഭാവമുള്ള ജോലികളുടെ പ്രവർത്തനം ഗ്രൂപ്പ് ചെയ്യുകയും ഈ പ്രധാന പ്രവർത്തനങ്ങൾ പ്രത്യേക വകുപ്പുകളായി സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, ഒരേ സ്വഭാവം കാണിക്കുന്ന ജോലികൾ ഒരു വിഭാഗമായി തിരിച്ച് പ്രവർത്തന ഏകോപനത്തിനായി ഒരു തലവനെ ചുമതലപ്പെടുത്തുന്നതാണ് ഇത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട് വേറെ. ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ ഫങ്ഷണൽ ഘടന ഇവിടെ പറയുന്നു. മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. മാനേജിംഗ് ഡയറക്ടർക്ക് താഴെയായിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യ വിഭവശേഷി മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അതായത് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത്.
അതുപോലെ ഉൽപ്പാദന മാനേജർ, വിപണന മാനേജർ, സാമ്പത്തിക കാര്യ മാനേജർ. ഓരോന്നും വ്യത്യസ്തമായ ധർമ്മങ്ങളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത്. ഇതിൻ്റെ മേന്മകളാണ് സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കുന്നു, ഒരു വകുപ്പിനുള്ളിലെ നിയന്ത്രണവും ഏകോപനവും പ്രോത്സാഹിപ്പിക്കുന്നു, അതുപോലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു, ലാഭം വർദ്ധിപ്പിക്കുന്നു, ചെലവ് കുറയ്ക്കുന്നു, പരിമിതമായ കഴിവുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ജീവനക്കാരുടെ പരിശീലനം എളുപ്പമാക്കുന്നു, വ്യത്യസ്ത ഫംഗ്ഷനുകൾക്ക് ഉചിതമായ ശ്രദ്ധ ലഭിക്കുമെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇതിൻ്റെ പോരായ്മകളാണ് ഒരു ഫങ്ഷണൽ ഹെഡ് പിന്തുടരുന്ന ലക്ഷ്യങ്ങളെക്കാൾ മൊത്തത്തിലുള്ള എൻ്റർപ്രൈസ് ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, മൊത്ത സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, പ്രവർത്തനപരമായി വ്യത്യസ്തമായ വകുപ്പുകളിലുടനീളം വിവരങ്ങൾ കൈമാറേണ്ടതിനാൽ ഏകോപനത്തിൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം, ഏകോപനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രണ്ടോ അതിലധികമോ വകുപ്പുകളുടെ താല്പര്യങ്ങൾ പൊരുത്തപ്പെടാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. അനുയോജ്യത, ഇത് ഏതിനാണ് ഏറ്റവും അനുയോജ്യമെന്ന് ചോദിച്ചാൽ ഓർഗനൈസേഷൻ്റെ വലുപ്പം വലുതാകുമ്പോൾ, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ, പ്രവർത്തനങ്ങൾക്ക് ഉയർന്ന സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ളപ്പോൾ എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡിവിഷണൽ സ്ട്രക്ചർ, അതായത് വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടന. എന്താ പറയുന്നത്? ഒരു ഡിവിഷൻ ഘടനയിൽ, ഓർഗനൈസേഷൻ ഘടനയിൽ എന്ത് ചെയ്യുന്നു? പ്രത്യേക ബിസിനസ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിവിഷനുകൾ ഉൾപ്പെടുന്നു. ഓരോ യൂണിറ്റിനും പ്രകടനത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു ഡിവിഷൻ മാനേജർ ഉണ്ടാവും. അവർക്ക് യൂണിറ്റിന്മേൽ അധികാരമുണ്ട്. സാധാരണ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനവശേഷിയെ തരംതിരിക്കുന്നത്. ഓരോ ഡിവിഷനും മൾട്ടി ഫങ്ഷണലാണ്. കാരണം ഓരോ ഡിവിഷനിലും ഉൽപ്പാദനവും മാർക്കറ്റിങ്ങും ധനകാര്യവും വാങ്ങൽ മുതലായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഗോദ്രേജ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് നോക്കാം. റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വാഷിംഗ് മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എയർ കണ്ടീഷണർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ലോക്കർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഫാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സോപ്പ്, ഗോദ്രേജ് നമ്പർ 1 എന്ന് പറയുന്ന സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു? ഏറ്റവും അനുയോജ്യമായ സംഘടനാ സംവിധാനമാണ് ഇത്? ഡിവിഷണൽ ഘടനാ സംവിധാനം, വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടനാ സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, വൈവിധ്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ പല പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ വിവിധ സ്വയംഭരണ വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഓരോ വിഭാഗത്തിനും പ്രത്യേകം തലവന്മാരെ നിയമിക്കുകയും ചെയ്യുന്ന ഘടനാ സംവിധാനമാണിത്. അതായത് മാനേജിംഗ് ഡയറക്ടർക്ക് കീഴിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 3 പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീന്, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ എന്നീ 3 പ്രൊഡക്റ്റാണ് വിചാരിക്കുക. ഓരോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗത്തിന് കീഴിലും ഉൽപ്പാദന വിഭാഗം ഉണ്ടാവും, സാമ്പത്തിക വിഭാഗം ഉണ്ടാവും, വിൽപ്പന വിഭാഗം ഉണ്ടാവും, പേഴ്സണൽ വിഭാഗം ഉണ്ടാവും. അങ്ങനെയാണ് തരംതിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഓരോ മേഖലയ്ക്കനുസരിച്ച് കൊണ്ട് മാനേജിംഗ് ഡയറക്ടർ വടക്കൻ മേഖല, തെക്കൻ മേഖല, പശ്ചിമ മേഖല, പൂർവ്വ മേഖല എന്നിങ്ങനെയുള്ള ഓരോ മേഖലയിലും ഓരോ മാനേജർമാരെ തരംതിരിക്കുന്നു. അവിടെ ബ്രാഞ്ചുകളുണ്ടാവും, അവിടെ വിവിധ ബ്രാഞ്ചുകളുണ്ടാവും. ഓരോ ബ്രാഞ്ചിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്ലെയിമുകൾ, പൊതുഭരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് തരംതിരിക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുന്നു, മികച്ച ഏകോപനവും നിയന്ത്രണവും ഉണ്ടാവുന്നു, അതുപോലെ വേഗത്തിലുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുന്നു, എളുപ്പത്തിൽ വിപുലീകരിക്കുവാൻ സാധിക്കുന്നു, ഒക്കെ സാധിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പോരായ്മകളാണ് ഫണ്ട് അനുവദിച്ചുമായി ബന്ധപ്പെട്ട് വിവിധ ഡിവിഷനുകൾക്കിടയിൽ വൈരുദ്ധ്യം ഉണ്ടാവാം. അതായത് ഒരു സ്ഥാപനത്തിന് അകത്ത് തന്നെ വിവിധ ഡിവിഷനുകൾ ഉണ്ടാവും. സോപ്പ് ഉണ്ടാക്കുന്നതും ഫ്രിഡ്ജ് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിവിധ വിഭാഗങ്ങളുണ്ടാവും. കമ്പനി വിവിധ വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സംഖ്യയാണ്, വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടാണ്, വ്യത്യസ്തമായിട്ട് തുകയാണ് ബിസിനസ്സിന് വേണ്ടി അനുവദിക്കുന്നത് എങ്കിൽ ഈ ഡിവിഷനുകൾ, വ്യത്യസ്ത ഡിവിഷനുകൾ, വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാം? വൈരുദ്ധ്യം ഉണ്ടാവാം, സ്വരച്ചേർച്ച ഉണ്ടാവാൻ കാരണമാകും. പ്രവർത്തനങ്ങളുടെ തനിപ്പകർപ്പ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും. കാരണം എല്ലാ വിഭാഗങ്ങളിലും ഉൽപ്പാദനവും അതുപോലെ വിതരണവും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഉൽപ്പാദനത്തിൻ്റെ തനിപ്പകർപ്പ് വിവിധ വിഭാഗങ്ങളിൽ ഉണ്ടായേക്കാം. അത് പ്രശ്നമാണ്. അതുപോലെ ഒരു പ്രത്യേക ഡിവിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കാൻ മാനേജർക്ക് അധികാരം നൽകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? മാനേജർ അധികാരം നേടുകയും സ്വാതന്ത്ര്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ സംഘടനാ താല്പര്യങ്ങളെ മറക്കുകയും ചെയ്യുന്നുണ്ട്.
ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ആർക്കാന്നുള്ളത് നോക്കാം. ഇത്തരത്തിൽ ഡിവിഷണൽ സ്ട്രക്ചർ ആർക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നോക്കാം. വ്യത്യസ്ത ഉൽപ്പാദന ഉറവിടങ്ങൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് ഡിവിഷണൽ ഘടന അനുയോജ്യമാണ്. റിലയൻസ് എക്സാമ്പിൾ എടുക്കുക. റിലയൻസ് ജിയോ, റിലയൻസിൻ്റെ ബാഗ് ഉണ്ട്, റിലയൻസിൻ്റെ ട്രെൻഡ്സ്, അതായത് റിലയൻസ് ടെക്സ്റ്റൈൽസ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ആജിയോ, അതുപോലെ ഓരോ സംഗതികളുണ്ടല്ലോ. ഒരു ഗ്രൂപ്പ് റിലയൻസിൻ്റെ ട്രെൻഡ്സ് തന്നെ ഓൺലൈനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത്. പിന്നെ ഫങ്ഷണൽ ഘടനയും ഡിവിഷണൽ ഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഫങ്ഷണൽ ഘടനയും അതുപോലെ തന്നെ ഡിവിഷണൽ ഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. രൂപീകരണം. ഫങ്ഷണൽ ഘടന പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡിവിഷണൽ ഘടന ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഫങ്ഷണൽ ഘടനയിൽ പ്രവർത്തന വൈദഗ്ധ്യവൽക്കരണമാണ് നടക്കുന്നത്. അതായത് ഫങ്ഷണൽ ഘടനയിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ തരംതിരിക്കുകയും ആ പ്രവർത്തനങ്ങളിൽ ആൾക്കാരെ സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിവിഷണൽ ഘടനയിൽ അങ്ങനെയല്ല. ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ വൈവിധ്യവൽക്കരിക്കുന്നു. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളിൽ സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നു. മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം വകുപ്പുകൾ ഏൽപ്പിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഡിവിഷണൽ ഘടനയിൽ എന്ത് ചെയ്യുന്നു, പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കാം. അതുപോലെ മാനേജ്മെൻറ്റ് വികസനം ഉണ്ടാകുന്നത് ഫങ്ഷണൽ മാനേജർമാർക്ക് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് നൽകണമെന്ന് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫങ്ഷണൽ ഘടനയിൽ ചെലവ് പ്രവർത്തനങ്ങളിലൂടെയാണ്, അതുപോലെ ഡിവിഷണൽ ഘടനയിലും പ്രവർത്തനങ്ങളിലൂടെയാണ്. ഓക്കെ, ഏകോപനം. ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിക്ക് പ്രവർത്തനം ഏകോപനം സമഗ്രമായ ജോലിയാണ്. പക്ഷേ ഒരു പ്രത്യേക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു വകുപ്പിൽ തന്നെ ആയതിനാൽ ഏകോപനം എളുപ്പമാണ്. ഓക്കെ, അടുത്തതാണ് ഔപചാരികം അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള ഓർഗനൈസേഷൻ, സംഘടന. ഒന്നാമത്തെ ഏതാണ്, ഔപചാരിക സംഘടന. ഏതൊരു സ്ഥാപനത്തിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിന് അവിടുത്തെ ജീവനക്കാർ സ്ഥാപനത്തിലെ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും വിധേയരായിരിക്കണം. ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ, നടപടിക്രമങ്ങൾ, അധികാരം, ചുമതലകൾ, ഉത്തരവാദിത്വം എന്നിവ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇത്, ഔപചാരിക സംഘടന. സ്ഥാപനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി മാനേജ്മെൻറ്റ് ബോധപൂർവം ആവിഷ്കരിക്കുന്ന സംഘടനയാണ് ഇത് ഔപചാരിക സംഘടന എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളാണ്: അധികാര ഉത്തരവാദിത്ത ബന്ധങ്ങൾ കൃത്യമായി നിർവചിക്കപ്പെടുന്നു. അതായത് ഒരു സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലുള്ള ബന്ധം, ഒരു ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ഒരാളും താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ആളും തമ്മിലുള്ള ബന്ധം കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കും. ലക്ഷ്യം നേടുന്നതിനുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പറഞ്ഞിരിക്കും. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഡിവിഷനുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഉന്നത മാനേജ്മെൻറ്റ് ബോധപൂർവം ആവിഷ്കരിക്കുന്ന ഒന്നാണിത്. ഇത് ബോധപൂർവമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ഔപചാരിക ഓർഗനൈസേഷന്. ജീവനക്കാർ തമ്മിലുള്ള വ്യക്തിബന്ധത്തേക്കാൾ പൂർത്തീകരിക്കേണ്ട ജോലിക്കാണ് പ്രാധാന്യം. ഔപചാരികമായിട്ടുള്ള സംഘടനയിൽ എന്ത് ചെയ്യുന്നു, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കാണ് പ്രാധാന്യം, വ്യക്തിബന്ധങ്ങൾക്കല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗുണങ്ങളെന്ന് പറയുന്നത് പരസ്പര ബന്ധങ്ങൾ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ പരിഹരിക്കുന്ന എളുപ്പമാണ്. ചുമതലകൾ വ്യക്തമായതിനാൽ ഓരോ അംഗവും നിർവഹിക്കേണ്ട പങ്കിൽ അവ്യക്തതയില്ല. യൂണിറ്റി ഓഫ് കമാൻഡ്, ആജ്ഞ ഐക്യം നിലവിലുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ പരിമിതികളാണ് പലപ്പോഴും പരിമിതികളായി വരുന്നത്. സ്കാലാർ ചെയിൻ കർശനമായതിനാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാലതാമസം നേരിടുന്നു. സ്കാലാർ ചെയിൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിലെന്ത് ചെയ്യുന്നു, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാൾക്ക് തൊട്ടടുത്ത അയാളുടെ അതേ ലെവലിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കില്ല. ഒരുപാട് ആളുകളിലൂടെ പോകണം. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഔപചാരിക ഓർഗനൈസേഷൻ്റെ പരിമിതികൾ: ഔദ്യോഗിക ആശയവിനിമയ നടപടിക്രമങ്ങളിലൂടെ കാലതാമസം ഉണ്ടാകുന്നു. പ്രതിഭാശാലികൾക്ക് മതിയായ അംഗീകാരം നൽകുന്നില്ല. ഘടനയ്ക്കും പ്രവർത്തനത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്, വ്യക്തികൾക്കല്ല. അതൊക്കെയാണ്. അടുത്തതാണ് അനൗപചാരികമായ ഓർഗനൈസേഷൻ. അനൗപചാരികം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവിടെ വ്യത്യാസമുണ്ട്. ജോലി സ്ഥലത്തുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം ജീവനക്കാർക്ക് സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ശൃംഖലയ്ക്ക് കാരണമാകുന്നു. ഇതൊക്കെയാണ് അനൗപചാരികമായിട്ടുള്ള. ഒരു സ്ഥാപനത്തിൻ്റെ പുറത്തുള്ള ഓർഗനൈസേഷനാണ് അനൗപചാരികം. കൃത്യമായ നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അനൗപചാരികമായിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ജീവനക്കാർ തമ്മിലുള്ള വ്യക്തിഗത ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പെരുമാറ്റ മാനദണ്ഡങ്ങൾ ഗ്രൂപ്പ് മാനദണ്ഡങ്ങളിൽ നിന്ന് വികസിക്കുന്നു. അതുപോലെ
ഇത് ഗ്രേപ്പ് വൈന് എന്നാണ് പറയുന്നത്. അതുപോലെ സ്വയമേവ ഉയർന്നു വരുന്ന ഒന്നാണ്. കൃത്യമായ ഘടനയോ രൂപമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒന്നാണ് ഇത്. ഇതിൻ്റെ പോരായ്മകളാണ് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നു, വേഗത്തിൽ ഫീഡ്ബാക്കിന് കാരണമാകുന്നു. അതുപോലെ ജീവനക്കാരുടെ സാമൂഹിക ആവശ്യം നിറവേറ്റുന്നതിന് സഹായിക്കുന്നു. ഗുണങ്ങളാണ്. പിന്നെ അവരുടെ തൊഴിലിന് സംതൃപ്തി നൽകുന്നു. ഔപചാരിക ഓർഗനൈസേഷനിലെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നു. അനൗപചാരിക ഓർഗനൈസേഷൻ്റെ പോരായ്മകളാണ് അനൗപചാരിക സംഘടന കിംവദന്തികളാണ് പ്രചരിപ്പിക്കുന്നത്, കൃത്യമായുള്ള വാർത്തകളായിരിക്കില്ല. അനൗപചാരിക ഓർഗനൈസേഷൻ അവരെ എതിർക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് മാനേജ്മെൻറ്റ് വിജയിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഔപചാരിക ഓർഗനൈസേഷനും അനൗപചാരിക ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം. ഔപചാരിക ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് നിർബന്ധപൂർവ്വം സൃഷ്ടിക്കുന്ന ബന്ധമാണിത്. അനൗപചാരിക വിദ്യാഭ്യാസം പറഞ്ഞാലോ ജീവനക്കാർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക ബന്ധങ്ങളുടെ ശൃംഖലയാണ്. പിന്നെ ഔപചാരിക ഓർഗനൈസേഷൻ കമ്പനി നിയമങ്ങളുടെയും നയങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ്. അനൗപചാരിക ഓർഗനൈസേഷൻ സാമൂഹിക ഇടപെടലുകളിലൂടെ വരുന്നതാണ്. അതുപോലെ അധികാരം മാനേജ്മെൻറ്റിലെ സ്ഥാനത്തിന് അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. അനൗപചാരിക ഓർഗനൈസേഷൻ വ്യക്തിത്വ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ അടുത്തതാണ് അധികാര കൈമാറ്റം, ഡെലിഗേഷൻ. അധികാര കൈമാറ്റം അല്ലെങ്കിൽ ഡെലിഗേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് ഒരു കീഴുദ്യോഗസ്ഥനിലേക്ക് അധികാരത്തെ താഴേക്ക് മാറുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അധികാരം കൈമാറ്റം ചെയ്യുക എന്നാൽ നിശ്ചിത പരിധിക്കുള്ളിൽ പ്രവർത്തിക്കാൻ കീഴുദ്യോഗസ്ഥർക്ക് അധികാരം നൽകുക എന്നാണ് അർത്ഥം. ഇത് ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഉള്ള ഒരു മുൻ വ്യവസ്ഥയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്നതാണ് ഡെലിഗേഷൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ: അതോറിറ്റി, അധികാരം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അക്കൗണ്ടബിലിറ്റി, കണക്ക് പറയേണ്ട ബാധ്യത. ഈ 3 ഘടകങ്ങളാണ് ഈ പറയുന്ന ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്ക് ഉള്ളത്. ഈ 3 ഘടകങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഈ 3 ഘടകങ്ങൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ. അധികാരം എന്ന് പറഞ്ഞാൽ അധികാരം എന്നത് ഒരു വ്യക്തിയുടെ കീഴുദ്യോഗസ്ഥർക്ക് ആജ്ഞാപിക്കാനുള്ള അവകാശമാണ്. അത് പലപ്പോഴും കൈമാറാറുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിയുക്ത ചുമതല കൃത്യമായി നിർവഹിക്കാനുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ്റെ ബാധ്യതയാണ്, കടമയാണ്, അല്ലേ? ഡ്യൂട്ടീസ് ഓർ ലയബിലിറ്റീസാണ് ഉത്തരവാദിത്വം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അടുത്തത് കണക്ക് പറയേണ്ട ബാധ്യതയാണ്, അക്കൗണ്ടബിലിറ്റി. അന്തിമ ഫലത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അക്കൗണ്ടബിലിറ്റി സൂചിപ്പിക്കുന്നു. അധികാരം ഏൽപ്പിക്കുകയും ഉത്തരവാദിത്തം അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ ഉത്തരവാദിത്തം നിഷേധിക്കാൻ കഴിയില്ല. ഇത് അധികാര കൈമാറ്റം ചെയ്യാനും കണക്ക് പറയേണ്ട ബാധ്യത മുകളിലേക്ക് വിടാനും കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അധികാര ഉത്തരവാദിത്തം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആരും ചോദിക്കാറില്ല എന്നാണ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അധികാര കൈമാറ്റത്തിൻ്റെ പ്രാധാന്യം: ഫലപ്രദമായ മാനേജ്മെൻറ്റ്, ജീവനക്കാരുടെ വികസനം, ജീവനക്കാരുടെ പ്രചോദനം, വളർച്ചയുടെ സൗകര്യം, മാനേജ്മെൻറ്റ് ശ്രേണിയുടെ അടിസ്ഥാനം, മികച്ച ഏകോപനം എന്നൊക്കെയുള്ളതാണ്. വികേന്ദ്രീകരണം എന്ന് വെച്ചാൽ എന്താ? അതീവ ശ്രദ്ധ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒഴികെ മറ്റെല്ലാ അധികാരങ്ങളും താഴെ തട്ടിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ശാസ്ത്രീയ രീതിയാണ് ഈ അധികാര വികേന്ദ്രീകരണം എന്നറിയപ്പെടുന്നത്. കേന്ദ്രീകരണമുണ്ട്, വികേന്ദ്രീകരണമുണ്ട് എന്ന് ഓർത്ത് വെക്കുക. കേന്ദ്രീകരണം പറഞ്ഞാൽ ഒരു ജോലി ഒരാളിൽ കേന്ദ്രീകരിക്കുന്നതാണ് കേന്ദ്രീകരണം. പക്ഷെ ഒരു ജോലി എന്ത് ചെയ്യുന്നു? താഴെ തട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വികേന്ദ്രീകരണമാണ്. വികേന്ദ്രീകരണത്തിൻ്റെ പ്രാധാന്യം കീഴുദ്യോഗസ്ഥർക്കിടയിൽ മുൻകൈ എടുക്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഭാവിയിലേക്കുള്ള മാനേജർ കഴിവുകൾ വികസിപ്പിക്കുന്നു. പെട്ടെന്നുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. ഉന്നത മാനേജ്മെൻറ്റിനുള്ള ആശ്വാസം കിട്ടുന്നു. ഇതൊക്കെയാണ്. പിന്നെ അധികാര കൈമാറ്റവും വികേന്ദ്രീകരണവും തമ്മിലുള്ള കാര്യം: അധികാര കൈമാറ്റം നിർബന്ധിത പ്രക്രിയയാണ്. പക്ഷേ വികേന്ദ്രീകരണം മാനേജ്മെൻറ്റ് തീരുമാനിക്കുക വേണം വേണ്ടതെന്ന്. അധികാര കൈമാറ്റം മാനേജർമാർക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറവാണ് അധികാര കൈമാറ്റത്തിൽ. പക്ഷേ വികേന്ദ്രീകരണത്തിൽ മാനേജർമാർക്ക് സ്വാതന്ത്ര്യം കൂടുതലാണ്. പിന്നെ ജോലി വിഭജനത്തിനുള്ള പ്രക്രിയയാണ് അധികാര കൈമാറ്റം. അധികാര വിഭജനത്തിനുള്ള പ്രക്രിയയാണ് പദവി ഒക്കെയുള്ളത് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.